അതെ, നല്ല ചെറിയ കൊഞ്ചും മുരിങ്ങയ്ക്കയും ഒക്കെ ഇട്ട് വെച്ച നല്ല ഒന്നാം തരം ഒരു കൊഞ്ച് തീയലിൻ്റെ റെസിപ്പിയാണ്. 2.5 കൈപ്പിടിയോളം തേങ്ങയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും പാനിലേക്ക് ഇട്ടൊന്ന് വറുക്കാം. ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി തുടങ്ങുമ്പം ഇതിലേക്ക് വലിയ ജീരകം ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് 1.5 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി എന്നിവ ചേർത്ത് നല്ലതുപോലെ ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നിടം വരെ ഇതേപോലെ വറുത്തെടുക്കണം കേട്ടോ. ഇനി ആ പാനിലേക്ക് പട്ട, ഗ്രാമ്പു, കുരുമുളക് എന്നിവ ഇട്ടൊന്ന് മൂപ്പിക്കാം. അതും തേങ്ങയും കൂടി മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് 1/2 ഗ്ലാസ് വെള്ളവും ഒഴിച്ച് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം. ഇനി ഒരു മൺചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ഉലുവ, കറിവേപ്പില, ഉണക്കമുളക് എന്നിവ ഇട്ട് മൂപ്പിക്കാം. അതിലേക്ക് 2 കൈപ്പിടിയോളം ചെറിയുള്ളി ഇട്ട് കൊടുക്കാം. അതൊന്ന് വഴറ്റിയതിന് ശേഷം അതിലേക്ക് മുരിങ്ങയ്ക്കയും തക്കാളിയും എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളകും കീറിയിട്ട് വഴറ്റാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ആവശ്യത്തിന് ഉപ്പും ഇട്ട് എണ്ണ തെളിയുന്നിടം വരെ വഴറ്റിയെടുക്കണം. ഇതിലേക്ക് ഇനി അരച്ച് വെച്ചേക്കുന്ന അരപ്പും ആവശ്യത്തിനുള്ള വെള്ളം മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ച് ഒന്ന് കലക്കിയതിന് ശേഷം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് തിളച്ചതിന് ശേഷം ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി പിഴിഞ്ഞതും മഞ്ഞൾപ്പൊടി ചേർത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ചെറിയ കൊഞ്ചും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്യണം. ഒരു 7-8 മിനിറ്റൊക്കെ കഴിയുമ്പം നമ്മുടെ തീയൽ എണ്ണയൊക്കെ തെളിഞ്ഞതുപോലെ സെറ്റായിട്ട് കിട്ടും. അപ്പം ഫ്ലെയിം ഓഫ് ചെയ്യാം. ഈ ഒരു തീയൽ മാത്രം മതി ചോറുണ്ണാൻ.